ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ആലപ്പുഴ വെള്ളം എന്ന ഭാഗമാണ്. പ്രശസ്ത മലയാള കവയിത്രി അനിത തമ്പിയുടെ കവിതയാണ് ആലപ്പുഴ വെള്ളം. സ്വന്തം ദേശത്തെ ഒരു പെൺകുട്ടിയായി സങ്കല്പിച്ചുകൊണ്ടാണ് കവയിത്രി ഈ കവിത എഴുതിയിട്ടുള്ളത്. ആലപ്പുഴ ദേശത്തിൻ്റെ നിരവധി സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ടീച്ചർ ആദ്യം കവിതയൊന്ന് വായിക്കാം. ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിലെഴുതുമ്പോൾ ജലമെന്നാണെഴുതുന്നു. കവിയാറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത്, ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി. തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ. ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. വാനിൽ നിന്നു മടർന്നത് നിലം തോടും മുൻപുള്ളത്, മണമില്ലാത്തത് മണ്ണിനാഴങ്ങൾ തരുന്നത്. നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത്, സമതലങ്ങളിൽ വാടി കിടന്നു പോകാത്തത്. ചാകരയ്ക്കു തുറ പോലെ തുള്ളുന്ന മഴക്കാലം, ചുരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം. കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ള പിഞ്ഞാണം ചരുവങ്ങൾ കോരിവയ്ക്കും കുടങ്ങൾ. തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. കനാലുകൾ, ബോട്ടുജെട്ടി, കല്ലിരുമ്പു പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴപ്പൂച്ചീരി, ചകിരി പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം. ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലൂരുറച്ചു, എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ. ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു. തൊണ്ട ദാഹിക്കുന്നു, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു. തൊണ്ട ദാഹിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പോകാം. അപ്പോൾ ടീച്ചർ ഭാഗങ്ങൾ ഓരോന്നായി വായിക്കാം, എന്നിട്ട് അതിൻ്റെ ആശയം പറഞ്ഞു തരാം. ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു. കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത്. അപ്പോൾ ആലപ്പുഴ നാട്ടുകാരി, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ കരിമണ്ണിൻ്റെ നിറമാണ്. അതായത് ആലപ്പുഴയിൽ കരിമണ്ണാണ് ധാരാളമായി കാണപ്പെടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയ്ക്ക് കരിമണ്ണിൻ്റെ നിറമാണെന്ന് ഇവിടെ എഴുത്തുകാരി പറയുന്നത്. കൂടാതെ തൻ്റെ കവിതയിൽ ഒരിക്കൽ ജലം എന്നെഴുതിയപ്പോൾ
പ്രശസ്ത എഴുത്തുകാരനായ മേലാറ്റൂർ ചോദിച്ചു, വെള്ളമെന്ന് എഴുതുന്നതല്ലേ നല്ലത്? വെള്ളമെന്ന് എഴുതുന്നതല്ലേ നല്ലത്? ഇവിടെ ജലം എന്നതിനേക്കാൾ വെള്ളം എന്ന പ്രയോഗം നാം നിത്യവും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കാം, മാത്രമല്ല നമ്മുടെ നാടൻ ഭാഷയാണ് വെള്ളം അല്ലേ, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. ഇനി അടുത്ത ഭാഗം ഒന്ന് നോക്കിക്കേ. ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ വെള്ളത്തിൻ്റെ മകൾ. ഇവിടെ ആലപ്പുഴയുടെ വെള്ളത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി. നമുക്കറിയാം ആലപ്പുഴ നാട്ടിൽ ധാരാളമായി എന്തുണ്ട്? തെങ്ങ് കൃഷിയുണ്ടല്ലേ, തെങ്ങുണ്ട്. അപ്പോൾ ആലപ്പുഴയുടെ സൗന്ദര്യത്തെ കൂടുതലും അവിടെയുള്ള പ്രത്യേകതയുമായി താരതമ്യപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആലപ്പുഴയുടെ മുടി എന്ന് പറഞ്ഞാൽ മെടഞ്ഞിട്ട ഓല പോലെയാണ്, ഓല മെടഞ്ഞിട്ടിരിക്കുന്നത് പോലെയാണ് അല്ലേ. അതുപോലെ തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള. ഈ തൊണ്ട് ചീക്കുന്നത് എന്തിനാ? തൊണ്ട് ചീക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് കയറും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് തൊണ്ടിനെ വെള്ളത്തിൽ അടുക്കി കുറച്ച് നാളത്തേക്ക് വെച്ചിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് അഴുകും അല്ലേ. ചീഞ്ഞു തുടങ്ങുമ്പോൾ അതിനെ ഇളക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഇളക്കി ഒന്ന് തല്ലിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മണം, അതിൽ നിന്ന് വരുന്ന ആ ഒരു ഗന്ധമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആസ്വാദ്യകരമായിട്ടുള്ളതല്ല. അതുപോലെ അവിടെയുള്ള വെള്ളം അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഒരിക്കലും രുചിയുള്ളതോ ഒന്നുമല്ല, അത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെള്ളമേ അല്ല. അപ്പോൾ ഉപ്പ് ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള, ചായയുടെ പോലെ നിറമുള്ള കലങ്ങിയ വെള്ളമാണല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ആലപ്പുഴയുടെ വെള്ളത്തിൻ്റെ പ്രത്യേകതയായി കവയത്രി പറയുന്നത്. ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. അതായത് ജലം എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുത്തുകാരിക്ക് സ്വന്തം നാട്ടിലുള്ളത് വെള്ളമാണ്, മോശമായിട്ടുള്ള വെള്ളം അല്ലേ, അത്ര പരിശുദ്ധിയൊന്നുമില്ലാത്ത കലങ്ങിയ വെള്ളമാണ് നമ്മുടെ കവയത്രി കാണുന്ന അല്ലെങ്കിൽ എഴുത്തുകാരി സ്വന്തം നാട്ടിൽ കാണുന്ന വെള്ളം. എന്നാൽ ജലമെന്നാൽ എഴുത്തുകാരിയുടെ ചിന്ത എന്താ? ജലമെന്ന് പറഞ്ഞാൽ വയനാട്ടിലും നിളനാടെന്ന് വെച്ചാൽ ഭാരതപ്പുഴയുടെ നാട്, ഭാരതപ്പുഴ, നിളനാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലും ഒക്കെ വരുന്ന തെളിനീരിനെയാണ് ജലമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ജലം എന്നാൽ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന, അതായത് ആകാശത്ത് നിന്നും അടർന്ന് ഭൂമിയിൽ തൊടുന്നതിന് മുൻപുള്ള വെള്ളമാണ്. അതുപോലെ മണമില്ലാത്തതും മണ്ണിൻ്റെ ആഴങ്ങൾ തരുന്നതും നിറമില്ലാത്തതും ദൂരവും ഉയരവും കാണുന്നതുമാണ് ആ വെള്ളം. ആലപ്പുഴ വെള്ളത്തേക്കാൾ വ്യത്യസ്തമാണ് ആ വെള്ളം എന്നാണ് എഴുത്തുകാരിയുടെ വിശ്വാസം. ജലമെന്നാൽ തെളിനീരാണല്ലേ. ആലപ്പുഴയിലെ വെള്ളത്തെപ്പോലെ കെട്ടിക്കിടക്കാതെ നിരന്തരം ഒഴുകി സമതലങ്ങളെ തഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ശുദ്ധമായ ജലമെന്ന് എഴുത്തുകാരി കരുതുന്നു. ഇനി അടുത്ത ഭാഗം നോക്കാം നമുക്ക്. ചാകരയ്ക്ക് തുറപോലെ തുള്ളുന്ന മഴക്കാലം, ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം, കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചിലാകുന്ന വെള്ളം, പിഞ്ഞാണം ചരുവങ്ങൾ, കോരിവയ്ക്കും കുടങ്ങൾ, തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. അപ്പോൾ ഇവിടെ ചാകര വരുന്ന സമയം, ചാകര എന്നൊരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ കടപ്പുറത്തൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് അല്ലേ. അതുപോലെയാണ് തുള്ളുന്ന മഴക്കാലമാണ് ആലപ്പുഴയിൽ ലഭിക്കുന്നത്. നല്ല ശക്തമായ മഴ ലഭിക്കാറുണ്ട്. എന്നാൽ വേനൽക്കാലമാകുമ്പോഴോ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽ തീ തുപ്പുന്നു. അതായത് ശക്തമായ വേനൽക്കാലം അല്ലേ. ഈ സമയത്ത് ആലപ്പുഴയിൽ എന്തുണ്ടാകുന്നു? കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്നു. വെള്ളത്തിനായിട്ട് അവരേറെ ബുദ്ധിമുട്ടുന്നു. മഴ പെയ്യുമ്പോൾ കവിഞ്ഞും എന്നാൽ മഴയുടെ കുറവ് മൂലം കുറുകിയുമാണ് വെള്ളം. കുറുക മീൻസ് കുറഞ്ഞു വരിക. അങ്ങനെയുള്ളൊരു കാലഘട്ടമാകുമ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? പിഞ്ഞാണങ്ങളിലും കുടങ്ങളിലും ചരുവങ്ങളിലുമെല്ലാം വെള്ളം കോരി ശേഖരിച്ച് വയ്ക്കും. എന്നാൽ ഇങ്ങനെ ശേഖരിച്ച് വച്ചിരിക്കുന്ന പാത്രങ്ങൾ പിന്നീട് എത്ര തേച്ചാലും എത്ര ഉരച്ച് കഴുകിയാലും അതിൽ പറ്റിയിരിക്കുന്ന ചെതുമ്പലുകൾ, ആ വെള്ളത്തിൻ്റെ ആ ഒരു കറ എന്ന് പറയുന്നത് അല്ലേ, അതൊരിക്കലും തുടച്ചു നീക്കാൻ പറ്റുന്നതല്ല. അത്രയേറെ മോശമാണെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ജലമെന്ന് പറഞ്ഞാൽ ജലം എപ്പോഴും വേദനിക്കുന്നതാണ്. കാരണം
ഒരിക്കലും ഒരു ശുദ്ധമായ വെള്ളം അവിടെ ഇല്ല എന്നും ആ വെള്ളത്തിനൊരു ദുഃഖം തന്നെയാണ്. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര നല്ല ഗന്ധമല്ല, കുറുകിയ വെള്ളമാണ്, ഉപ്പുരസമുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളം നമുക്ക് നിത്യം ഉപയോഗിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തൻ്റെ നാട്ടിലെ തെളിമയാർന്ന ശുദ്ധമായ ഒരുറ്റ് വെള്ളം പോലും കിട്ടാത്തതിൻ്റെ വിഷമമാണ് നമ്മുടെ എഴുത്തുകാരിക്കുള്ളത് അല്ലേ. ആലപ്പുഴ നാടിൻ്റെ സ്വപ്നം തന്നെയായിരുന്നു ശുദ്ധമായ ഒരുറ്റ് ജലം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ പല സവിശേഷതകളും ആലപ്പുഴയ്ക്കുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ശുദ്ധജലത്തിൻ്റെ ക്ഷാമമാണ് അല്ലേ. ശുദ്ധജലത്തിൻ്റെ അഭാവം പല വിധത്തിലുള്ള രോഗങ്ങളും അവർക്കുണ്ടാകുന്നതിന് കാരണമായി മാറുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ, അവിടുത്തെ പ്രത്യേകതകളെല്ലാം തന്നെ കവയത്രി ഈ ഒരു കവിതയിലൂടെ നമുക്ക് വരച്ചു കാട്ടി തരുന്നുണ്ട്. കനാലുകൾ, ബോട്ടുജെട്ടി, കല്ലിരുമ്പു പാലങ്ങൾ, കുളം, കായൽ, വിരിപ്പായൽ, കുളവാഴ, പൂച്ചിരി, ചകിരിപ്പൊന്നൊളിയുള്ള, ഇരുമ്പിൻ്റെ ചുവയുള്ള, വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു, പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു. കനാലുകളും ബോട്ട് ജെട്ടിയും കല്ലുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള പാലങ്ങളും കുളങ്ങളും കായലും പടർന്നു കിടക്കുന്ന പായലും അതുപോലെ കുളവാഴപ്പൂക്കളുടെ ചിരിയും ചകിരിയുടെ ശോഭയും ഇരുമ്പിൻ്റെ രുചിയും വിയർപ്പിൻ്റെ ചൂടുമൊക്കെ ആയിട്ട് അതെല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ആലപ്പുഴ വെള്ളമെന്ന് പറയുന്നത്. അവയെല്ലാം പറവകൾ കാണുന്ന ചിത്രങ്ങളായി മാറിയിരിക്കുകയാണ് അല്ലേ. ചിത്രങ്ങളായി മാറിയതിൻ്റെ ഒരു വേദനയാണെന്ന് കവയിത്രി അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് അവസാന ഭാഗമൊന്ന് നോക്കാം. പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, തെക്കൻ നീരിലൂരുറച്ചു, എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി, ആലപ്പുഴ മുടിക്കാരി, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരയുന്നു, തൊണ്ട ദാഹിക്കുന്നു. അതായത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, അതായത് പതിറ്റാണ്ടുകളായി നമ്മുടെ എഴുത്തുകാരി എവിടെയില്ല, ആലപ്പുഴയായ സ്വന്തം ദേശത്തില്ല. തെക്കൻ നീരിലൂരുറച്ചു, അതായത് തെക്കൻ ദേശത്തേക്ക് താമസം മാറിപ്പോയി അല്ലേ. എന്നാൽ പോലും എഴുത്തുകാരിയുടെ മനസ്സിൽ നിന്നും തൻ്റെ ദേശത്തിൻ്റെ സവിശേഷതകളൊന്നും മാഞ്ഞു പോകുന്നില്ല. എന്നും തൻ്റെ എഴുത്തുകളിൽ ആലപ്പുഴ വെള്ളവും ആലപ്പുഴയുടെ നിറവും ആലപ്പുഴയുടെ മുടിയുമെല്ലാം ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. കൂടാതെ വെള്ളമെന്നോ ജലമെന്നോ ആലപ്പുഴയെ വാഴ്ത്തേണ്ടതെന്നറിയാതെ എഴുത്തുകാരി വിഷമിക്കുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ കവയിത്രിയുടെ തൊണ്ട ദാഹം കൊണ്ട് വലയുന്നു അല്ലേ. തൊണ്ട ദാഹിക്കുകയാണ്. ഇവിടെ സ്വന്തം നാടായ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ അഭിമാനിക്കുകയും അതോടൊപ്പം ആ സവിശേഷതകൾ നഷ്ടമാകുന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യണം നമ്മുടെ എഴുത്തുകാരി അല്ലേ. അപ്പോൾ ടീച്ചർ പറഞ്ഞ ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.